ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ എൻ്റെ കുറച്ച് ബുക്ക് കളക്ഷൻസ് കണ്ടാലോ. പോയോ? അപ്പം കുറേ ബുക്ക്സ് ഉണ്ട് എൻ്റെ കയ്യിൽ. ബട്ട് അതിൽ പലതൊന്നും വായിച്ചിട്ടില്ല, പക്ഷെ കുറേയൊക്കെ വായിച്ചിട്ടുണ്ട്. എല്ലാം കാണാവേ. അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ ഇത് ഡ്രാക്കുള എന്ന് പറഞ്ഞൊരു ബ്രാം സ്റ്റോക്കറിൻ്റെ ഒരു ബുക്കാണ്. ഇത് കടമറ്റത്ത് കത്തനാർ എന്ന് പറഞ്ഞൊരു ബുക്ക്. ഇതൊരു കടങ്കഥകൾ എന്ന് പറഞ്ഞ ബുക്ക്. ഈ ബുക്കൊക്കെ ഞാൻ സ്കൂളിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് മകൾ, ഇതൊരു വേറൊരു ബുക്ക് സ്റ്റാളിൽ നിന്ന് മേടിച്ചതാണ്. ഇത് നല്ലൊരു മരം വെട്ടുകാരൻ്റെ മകൾ എന്ന് പറഞ്ഞാൽ നല്ലൊരു ബുക്കാണ്. ഇതൊക്കെ വെറും 20-40 രൂപയ്ക്ക് കിട്ടും. ഇത് ടേഴ്സൺ എന്ന് പറഞ്ഞൊരു ബുക്കാണ്. ഇതെനിക്ക് സ്കൂളിൽ നിന്ന് ഗിഫ്റ്റ് കിട്ടിയ അബ്ദുൽ കലാമിൻ്റെ ഒരു ബുക്കാണ്. നല്ല ബുക്കാണ്, ഞാൻ കുറച്ച് വായിച്ചുള്ളൂ. പക്ഷേ ഇത് ഒരു സയൻസ് പരീക്ഷണം എന്ന് പറഞ്ഞൊരു ബുക്കാണ്. പക്ഷേ ഞാനിത് വെറുതെ എൻ്റെ കയ്യിൽ വെച്ചിരിക്കുകയാണ്. വെറും 20 രൂപയുള്ളൂ. എൻ്റെ സ്കൂളിൽ നിന്ന് ഞാൻ മേടിച്ചതാണ്. സ്കൂളിങ്ങനെ ചിലപ്പോൾ ബുക്സൊക്കെ കിട്ടും. ഇത്രയാണ് എൻ്റെ 40-20 രൂപയ്ക്കൊക്കെ കിട്ടുന്ന ബുക്സിൻ്റെ കളക്ഷൻ. ചെറിയ ബുക്ക്. ഇതാണ് ഞാൻ ഫസ്റ്റ് ആയിട്ട് മേടിച്ചിട്ടുള്ളൊരു അത്യാവശ്യം വലുപ്പമുള്ളൊരു ബുക്ക്. ഇതിന് 150 രൂപയാണ്. ഇത് ഞാൻ മാവേലിക്കരയിലുള്ളൊരു കടയിൽ നിന്നാണ് മേടിച്ചത്. ഒരു ബുക്ക് സ്റ്റോളിൽ നിന്നാണ് മേടിച്ചത്. ആനയും പുലിയും ഇല്ലാത്ത കഥ എന്ന് പറഞ്ഞത് ലിബിൻ രാജ് എഴുതിയത്. ഇതാണ് ഞാൻ സെക്കൻഡായിട്ട് ഇവിടുന്ന് ഓർഡർ ചെയ്തത്. DC ബുക്സിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. AI ബൊമ്മു, മൺപാവ, സിനിഫൽസ് മൺപാവ, L 2.0, പിന്നെ L 2.0, തുമ്പാല. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ തുമ്പാലയും പിന്നെ ഈ ഒരു സുബേദാർ ചന്ദ്രനാഥ് റോയ് എന്ന് പറഞ്ഞൊരു ബുക്കാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട 2 ബുക്സാണ്. സൂപ്പറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. വായിച്ച് കുട്ടികൾക്കൊക്കെയാണ് നല്ലൊരു രസമായിരിക്കും. ഇത് റാംകോ ആനന്ദിയും ഒരിക്കലുമാണ്. എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അത് ഞാൻ മര്യാദയ്ക്ക് വായിച്ചില്ല. കാരണം എനിക്കത് ഭയങ്കരമായിട്ട് ഒരു സാഹിത്യപരമായിട്ടൊരു ബുക്കായിട്ട് എനിക്ക് തോന്നി. അതുപോലെ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ബുക്ക്. റാംകോ ആനന്ദി സൂപ്പർ ബുക്കാണ്. മസ്റ്റ് വായിച്ചിരിക്കേണ്ട ഒരു ബുക്കാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ബുക്കും കൂടെയാണ്. ഇത് എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ ബുക്കാണ്. ഇവിടെ തന്നെയാണ്. അപ്പം ഇത് അൽഷിമേസ്റ്റ് പൗലോ കൊയ്ലോൻ്റെ അൽഷിമിസ്റ്റ് എന്ന് പറഞ്ഞൊരു ബുക്കാണ്. അടുത്തത് കുറച്ച് ഇംഗ്ലീഷ് ബുക്സാണ്. എൻ്റെ കയ്യിലുള്ള 4 ഇംഗ്ലീഷ് ബുക്സേ ഉള്ളൂ. അതിൽ ഇക്കിഗൈ എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. അത് സൂപ്പർ ബുക്കാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ബുക്കാണ് ഇത്. അബ്ദുൽ കലാമിൻ്റെ വിങ്സ് ഓഫ് ഫയർ. ഇത് 3 ഞാൻ മര്യാദയ്ക്ക് വായിച്ചിട്ടില്ല. 4 ഇംഗ്ലീഷ് ബുക്സും ഞാൻ വായിച്ചിട്ടില്ല. ഞാൻ അറ്റോമിക് ഹാബിറ്റ്സ് കുറച്ച് വായിച്ചിട്ടുണ്ട്. അറ്റോമിക് ഹാബിറ്റ്സ് ഞാനൊരു 10-20 പേജ് വായിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ എനിക്ക് അറ്റോമിക് ഹാബിറ്റ്സ് ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ് വൺ. ഇംഗ്ലീഷ് ബുക്സ് വായിച്ചിട്ടുള്ളത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു. പക്ഷേ ഈ കാണിക്കുന്നത് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് മേടിച്ചിട്ടുള്ളതാണ്. ഒന്ന് ഹിമവാൻ്റെ മുകൾ തട്ടിൽ എന്ന് പറഞ്ഞ വേറൊരെണ്ണം. പിന്നെ നൈൽ ഡയറി എന്ന് പറഞ്ഞൊരു ബുക്കാണ്. ഇതാണ് ഞാൻ കറണ്ടായിട്ട് വായിച്ചുകൊണ്ടിരിക്കുന്നത്. 2 പേജ് സംതിങ് ആയതേ ഉള്ളൂ. എനിക്ക് ഇതൊരു യാത്രാക്കുറിപ്പാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എല്ലാ ബുക്സും. പക്ഷേ ഞാൻ ഇംഗ്ലീഷ് ബുക്സൊന്നും വലുതായിട്ട് വായിച്ചില്ല. ഞാൻ 2-3 പേജൊക്കെ വായിച്ചുള്ളൂ. ഞാൻ മലയാളം ബുക്സൊക്കെ ഫുൾ തീർത്തിരിക്കുകയാണ് ഒരിക്കലും ഒഴിച്ചിട്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ബുക്സ് കളക്ഷൻസ്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റും ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.